മഴയെ തുടർന്ന് എറണാകുളത്ത് പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. ആലുവ റെയിൽവേ സ്റ്റേഷൻ, പുളിഞ്ചോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരം, ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. 20ഓളം കടകളിൽ വെള്ളം കയറി. ആൻമരിയ സണ്ണി ചേരുന്നുണ്ട്. പുളിഞ്ചോട് നിന്ന് തത്സമയം ചേരുകയാണ്. ആ ദൃശ്യങ്ങൾ വല്ലാതെ പേടിപ്പെടുത്തുന്നു. ഒരുപാട് വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. മെട്രോ സ്റ്റേഷന്റെ ആ പരിസരത്താണതല്ലേ? ആൻമരിയ പറയൂ. ആൻമരിയ കേൾക്കാമോ? വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ആലുവ പരിസരത്ത് മുഴുവനും. ഇതിപ്പോൾ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ആൻമരിയ ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് വെള്ളം, അത് കുറച്ച് സമയം കൊണ്ട് വലിയ രീതിയിൽ വെള്ളം പെയ്തിറങ്ങിയിരിക്കുന്നു മഴയിൽ. അതിൻ്റെ ഒരു വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പറയൂ. ഞാൻ നിൽക്കുന്നത് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ പുളിഞ്ചോട് പരിസരത്താണ്. ഇത് പുളിഞ്ചോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ്. ഈ ഭാഗത്ത്, അതിന്റെ അപ്പുറഭാഗമാണ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് വലിയ തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ വാഹനങ്ങൾ മറു സൈഡിൽ കൂടി വഴിതിരിച്ചാണ് വിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ഗതാഗത കുരുക്ക് അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ഭാഗത്തേക്ക് തന്നെ വാഹനങ്ങളെല്ലാം കടത്തിവിടാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ കടകളുമുണ്ട്. ഈ കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവരോട് കൂടി ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയിൽ പല ഭാഗങ്ങളിലും ഈ രീതിയിലുള്ള വെള്ളക്കെട്ടുകളുണ്ട്. പല ഭാഗത്തേക്കും ഈ കടകളിലൊക്കെ വെള്ളക്കെട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉള്ളിലേക്കൊക്കെ, കടകൾക്കുള്ളിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ ഭാഗം നമ്മൾ കണ്ടതാണ്. അവിടെയും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ്. ഇതിന്റെ പുറഭാഗത്തായിട്ട്, അതിന്റെ അപ്പുറഭാഗത്തായിട്ട് വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടാണ്. അത് വീടുകൾക്കുള്ളിലേക്കും 20ഓളം വീടുകൾക്കുള്ളിലേക്കും ഒക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ അതിന് കാണുന്ന കുറച്ച് അപ്പുറത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ നിന്ന് വാഹനങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഇവിടെ സമീപത്തുള്ള ആളുകളൊക്കെ ചേർന്നിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നടന്നങ്ങ് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഇതിന്റെ മറു സൈഡിലൊക്കെ ചെറിയ തരത്തിലുള്ള ഈ കാനകളുണ്ട്, ഓടകളുണ്ട്. അപ്പം ഏതാണ് അതൊന്നും നമുക്ക് വ്യക്തമാകാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്. അതാണ് കാൽനട യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വാഹനം പൂർണ്ണമായിട്ടും അതിന്റെ ഭാഗികമായിട്ട് അതിന്റെ പകുതി ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വീടുകളിലേക്കും അതോടൊപ്പം തന്നെ ചെറിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചായക്കടകളൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ചേട്ടാ, എപ്പോഴത്തേനും ചേട്ടാ ഈ രീതി വെള്ളം കയറാൻ തുടങ്ങിയത്? ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 30 വർഷമെങ്കിലും ഉണ്ടോ ഇവിടെ വെള്ളം കയറാൻ തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇതുപോലെ വെള്ളം ഇവിടെ കയറിയിട്ട് ഞാൻ ഇവിടെ ഒരു ട്യൂബിലിട്ട് കറങ്ങി നടക്കണ്ടായിരുന്നു. ഒരു പ്രതിഷേധം, ഈ ആലുവ നഗരസഭയുടെ ഒരു പ്രതിഷേധമായിട്ട് ഒരു ട്യൂബിട്ട് കറങ്ങി നടന്നായിരുന്നു. പക്ഷെ അന്ന് പിറ്റേ ദിവസം മഴ പെയ്തു. അന്ന് അവരെന്തൊക്കെ ചെയ്തു, ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ തവണ വീണ്ടും അതേ ഗതികൾ തന്നെയാണ്. ഈ തവണ ക്ലീനിങ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നു? നടന്നേണ്ടാവില്ലേക്ക്, അല്ലാണ്ട് ഇത്രയും വെള്ളം കിട്ടില്ലല്ലോ. സ്മിത, ഇവരാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതി വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഈ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അത് മാത്രമല്ല, ചില കടകളൊക്കെ, ആ ഒരു കട മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ബാക്കി കടകളൊക്കെ ഈ വെള്ളം കയറുന്നത് രൂക്ഷമായതുകൊണ്ട് സാഹചര്യത്തിൽ കടകളെല്ലാം അടച്ചിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ചില വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഈ രീതിയിൽ വീണ്ടും മഴ ശക്തമായി, ഈ രീതിയിൽ മഴ നിലനിൽക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് ഇതുമായിരിക്കില്ല, ഇതിന്റെ ഇരട്ടിയായിട്ട് വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം സ്മിത ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻമരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആൻമരിയ പറഞ്ഞതുപോലെ അവിടെ മഴക്കാലപൂർവ്വ പരിസര ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വർഷങ്ങളായി ഈ പ്രശ്നമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ അല്പസമയം കൊണ്ട് പെയ്ത് വീണത് അത്രയും വലിയ തോതിലുള്ള മഴയാണ്. ആ മഴ പെയ്ത്തും വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. പലയിടങ്ങളിലും, എറണാകുളം ജില്ലയിലെ പലയിടങ്ങളിലും റോഡെല്ലാം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൻമരിയ സണ്ണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.